ദക്ഷിണ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലെ സ്ഥിതിഗതികൾ വഷളാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ഇന്ത്യൻ സമൂഹത്തിന് മുന്നറിയിപ്പ് നൽകി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ സമൂഹം അതീവ ജാഗ്രത പുലർത്തണമെന്നും അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നും വ്യക്തമാക്കി. കരാകാസിയിലെ ഇന്ത്യൻ എംബസിയുമായി തന്നെ സമ്പർക്കം പുലർത്തണമെന്നും സഹായത്തിനായി തന്നെ അടിയന്തര ഹെൽപ്പ്ലൈൻ നമ്പർ അത് പങ്കിടുന്നതായും തന്നെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വളരെ രൂക്ഷമാകുമ്പോഴും US പ്രസിഡന്റ് ആകട്ടെ ഒരടി പിന്നോട്ടില്ലാതെ തന്നെ തന്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വരുന്നത്. ഏത് കാരണവശാൽ പോലും വെനസ്വേലയിലുള്ള ഏത് ഇന്ത്യക്കാരനും അതീവ ജാഗ്രത പാലിക്കുവാനും അവരുടെ നീക്കങ്ങൾ നിയന്ത്രിക്കുവാനും കർക്കാസയിലെ ഇന്ത്യൻ എംബസിയുമായി തന്നെ നിരന്തരം സമ്പർക്കം പുലർത്തുവാനും നിർദ്ദേശിക്കുന്നതായി തന്നെ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. കരാകാസിയിൽ US സൈന്യം വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും പുലർച്ചെ നടന്ന ഒരു ഓപ്പറേഷനിൽ മഡുറോയും അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയും പിടികൂടിയെന്നായിരുന്നു ട്രംപ് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നത്. തുടർന്നാകട്ടെ വെനസ്വേലയിൽ അതിവേഗം വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ ഉപദേശം വന്നിരിക്കുന്നത്. വെനസ്വേലയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ നയം വ്യക്തമാക്കി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കം രംഗത്ത് വന്നു. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകുകയും അതുവരെയും കുറച്ചു കാലം തന്നെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും ആവശ്യമെങ്കിൽ വീണ്ടും ആക്രമിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ തന്നെ വ്യക്തമാക്കാം, വെനസ്വേല വലിയ ഗൂഢതന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അമേരിക്ക സ്വന്തമാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഈ തട്ടിക്കൊണ്ടുപോകൽ എന്നതാണ് വ്യക്തമാക്കുന്നത്. വെനസ്വേലയിൽ ആർക്ക് വേണമെങ്കിലും മഡുറോയുടെ ഗതി വരാമെന്നതാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു ആക്രമണം വേണ്ടി വരില്ല എന്നതാണ് വലിയൊരു വിലയിരുത്തലായി തന്നെ ട്രംപ് പറയുന്നത്. അതേപോലെ തന്നെ ബന്ദിയാക്കിയ വെനസ്വേലിയൻ പ്രസിഡന്റിന്റെ ചിത്രമടക്കം ട്രംപ് പുറത്തുവിടുകയും ചെയ്തു. US നാവികസേന കപ്പലിലുള്ള ചിത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കണ്ണുകെട്ടിയ നിലയിലുള്ള ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നതും. നിലവിൽ US കപ്പലിലാണ് അദ്ദേഹം ഉള്ളത്. ഉടൻ തന്നെ ന്യൂയോർക്കിൽ എത്തിക്കുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ വലിയ ഒരു വ്യക്തമാക്കൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, നിക്കോളാസ് ആകട്ടെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഇവർ തട്ടിക്കൊണ്ടു പോകുകയും അമേരിക്കയിൽ അതിനായി വിചാരണ നേരിടേണ്ടി വരുന്നതാണ് എന്നതാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അമേരിക്കൻ എണ്ണ കമ്പനികൾ ഇപ്പോൾ വെനസ്വേലയിൽ പണം ഉണ്ടാക്കുമെന്നും അതേപോലെ തന്നെ വെനസ്വേലയുടെ ദീർഘകാല സ്വേച്ഛാധിപത്യ പ്രസിഡന്റ് നിക്കോളാസ് ആകട്ടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കയിലേക്ക് കൊണ്ടുവന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഇതിലിപ്പോൾ ഉത്തര കൊറിയ പ്രസിഡന്റ് ആകട്ടെ വലിയ രീതിയിൽ ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകിയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. തന്റെ സുഹൃത്തായ വെനസ്വേലിയൻ പ്രസിഡന്റിനെ ഉടൻ തന്നെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഒരു ലോക മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നതെന്നും വ്യക്തമായ ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകുന്നത്. അമേരിക്കയുടെ സൈനിക നടപടിയെ റഷ്യയും അപലപിച്ചു. 1989 പനാമ അധിനിവേശത്തിനു ശേഷം തന്നെ ലാറ്റിൻ അമേരിക്കൻ വാഷിംഗ്ടൺ നടത്തുന്ന ഏറ്റവും നേരിട്ടുള്ള ഇടപെടലായിരുന്നു ഇതെന്നും ട്രംപ് സർക്കാർ ഇന്ന് വെനസ്വേലയിൽ നടത്തിയിരിക്കുന്നതെന്നതാണ് ഇവർ വ്യക്തമാക്കിയിരിക്കുന്നത്. വെനസ്വേലയിൽ നിന്നും US പിടികൂടിയ പ്രസിഡന്റ് നിക്കോളാസ് ആകട്ടെ ന്യൂയോർക്കിൽ വിചാരണ ചെയ്യുമെന്നായിരുന്നു US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.